ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുരിങ്ങാക്കോൽ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങാക്കോൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അതിന് നല്ലൊരു സൈസുള്ളൊരു മുരിങ്ങാക്കോൽ എടുത്തിട്ട് ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല ചെറുതാക്കിയല്ല, ഒരു മീഡിയം സൈസിലാക്കിയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എല്ലാതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തൊന്ന് കഴുകി വൃത്തിയാക്കിയാണ്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നും ഞാൻ ജസ്റ്റ് ഒന്ന് നടുവൊന്ന് കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുള്ളത് മാത്രം സെൻറ്ററൊന്ന് കട്ട് ചെയ്ത് 2 പീസാക്കുന്നുണ്ട്. ഇനി ഒന്നെ നല്ല വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 പീസാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഈ മുരിങ്ങാക്കോലൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഈ മുരിങ്ങാക്കോലൊന്ന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചമ്മന്തി പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതേപോലെ ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ജീരകം, ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങാക്കോൽ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. വറ്റിയൊന്നും വേണമെന്നില്ല, ആവശ്യത്തിന് മാത്രം വെള്ളം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ വറ്റൽമുളകും അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മുരിങ്ങാക്കോൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുരിങ്ങാക്കോലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടുമൊന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ മുരിങ്ങാക്കോൽ വേവിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വല്ലാതെ വേവൊന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കോലിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.